ജംബുകേശ്വര ക്ഷേത്രം തിരുവാണൈക്കാവൽ, തിരുവാണിക്കൽ ജംബുകേശ്വരം എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ ഒരു ശിവക്ഷേത്രമാണ്. മഹാഭൂതത്തെ അല്ലെങ്കിൽ 5 ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്ന തമിഴ്നാട്ടിലെ 5 പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഈ ക്ഷേത്രം ജലത്തിൻ്റെ മൂലകത്തെ പ്രതിനിധീകരിക്കുന്നു. അല്ലെങ്കിൽ തമിഴിൽ നീർ. ജംബുകേശ്വരൻ്റെ ശ്രീകോവിലിൽ ഒരു ഭൂഗർഭ അരുവിയുണ്ട്. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ശിവൻ തപസ്സനുഷ്ഠിച്ചതിനെ പാർവതി ഒരിക്കൽ പരിഹസിച്ചു. അവളുടെ പ്രവൃത്തിയെ അപലപിക്കാൻ ആഗ്രഹിച്ച ശിവൻ കൈലാസത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തപസ്സു ചെയ്യാൻ നിർദ്ദേശിച്ചു. ശിവന്റെ ആഗ്രഹപ്രകാരം അഖിലാണ്ടേശ്വരിയുടെ രൂപത്തിലുള്ള പാർവതി തപസ്സു ചെയ്യാൻ ജംബുവനം കണ്ടെത്തി. വെണ്ണാവൽ മരത്തിൻ്റെ കീഴിൽ കാവേരി നദിയിലെ വെള്ളത്തിൽ നിന്ന് ഒരു ലിംഗം നിർമ്മിച്ച് ആരാധന ആരംഭിച്ചു. ആ ലിംഗം അപ്പുലിംഗം എന്നറിയപ്പെടുന്നു. ഒടുവിൽ ശിവൻ അഖിലാണ്ടേശ്വരിക്ക് ദർശനം നൽകുകയും ശിവജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്തു. പടിഞ്ഞാറോട്ട് ദർശനമായി നിന്ന ശിവനിൽ നിന്ന് കിഴക്കോട്ട് ദർശനമായി അഖിലാണ്ടേശ്വരി ഉപദേശങ്ങൾ സ്വീകരിച്ചു. കൈലാസത്തിൽ താമസിക്കുന്ന 2 ശിവഗണങ്ങൾ ഉണ്ടായിരുന്നു: മാല്യവാൻ, പുഷ്പദന്തൻ. അവർ ശിവഗണങ്ങളാണെങ്കിലും അവർ എപ്പോഴും പരസ്പരം കലഹിക്കുകയും ഒന്നിനൊന്നോടൊപ്പം പോരാടുകയും ചെയ്യുമായിരുന്നു. ഒരു പോരാട്ടത്തിൽ മാല്യവാൻ പുഷ്പദന്തനെ ഭൂമിയിൽ ആനയാകാൻ ശപിച്ചു. രണ്ടാമത്തേത് ഭൂമിയിൽ ഒരു ചിലന്തിയാകാൻ ശപിച്ചു. ആനയും ചിലന്തിയും തിരുവാണൈക്കാവലിലെത്തി ശിവാരാധന തുടർന്നു. ആന കാവേരി നദിയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ജംബുമരത്തിൻ്റെ ചുവട്ടിൽ ലിംഗത്തിന് ദിവസം ശുദ്ധീകരണം നടത്തി. ഉണങ്ങിയ ഇലകൾ അതിൽ വീഴുന്നത് തടയാനും സൂര്യപ്രകാശം നേരിട്ട് അതിൽ വീഴുന്നത് തടയാനും ചിലന്തി ലിംഗത്തിന് മുകളിൽ വല നിർമ്മിച്ചു. ആനവല കണ്ടപ്പോൾ അത് ലിംഗത്തിൻ്റെ പൊടിയാണെന്ന് കരുതി ആന അവയെ കീറിക്കളഞ്ഞ് വെള്ളം ഒഴിച്ച് ലിംഗം വൃത്തിയാക്കി. ആ ആചാരം ദിവസവും തുടർന്നു. ഒരു ദിവസം ചിലന്തി കോപാകുലനായ ആനയുടെ തുമ്പിക്കൈയിൽ ഇഴഞ്ഞ് ആനയെ കടിച്ചു. സ്വയം മരിച്ചു. ജംബുകേശ്വരൻ്റെ രൂപത്തിലുള്ള ശിവൻ ഇരുവരുടെയും ആഴമായ ഭക്തിയിൽ പ്രചോദിതനായി അവരെ ശാപത്തിൽ നിന്നും മോചിപ്പിച്ചു. ആന ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നതിനാൽ ഈ സ്ഥലം തിരുവാനൈക്ക എന്നറിയപ്പെടുന്നു. പിന്നീട് തിരുആനൈക്ക എന്ന പേര് തിരുവാണൈക്കൽ എന്നും തിരുവാണക്കോയിൽ എന്നും മാറി. ആനയെ കൊന്ന പാപത്തിൻ്റെ ഫലമായി അടുത്ത ജന്മത്തിൽ ചിലന്തി കൊച്ചങ്ങോട്ട് ചോളൻ എന്ന പേരിൽ ജനിക്കുകയും 70 ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അവയിലൊന്നാണ് ഈ ക്ഷേത്രം.